മെറി ക്രിസ്മസ് സിനിമ കണ്ടു. കുറെ ഹൈപ്പോടെ കുറെ പ്രൊമോഷൻസോടെ ഒക്കെ വന്നൊരു സിനിമയായിരുന്നു. പക്ഷെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ OTT-യിൽ ഈ അടുത്താണ് റിലീസായത്. അപ്പോഴാണ് ഈ സിനിമ കണ്ടത്. വിജയ് സേതുപതി, കത്രീന കൈഫ് രണ്ടുപേരുമാണ് മെയിൻ ലീഡ്സ്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഇത് ശ്രീറാം രാഘവൻ ഡയറക്ട് ചെയ്ത സിനിമയാണ്. അന്ധാധുൻ, അതായത് മലയാളത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ച ഭ്രമം സിനിമയില്ലേ, അതൊക്കെ അതിന്റെ ഹിന്ദി വെർഷനായിരുന്നു അന്ധാധുൻ. അതിന്റെയൊക്കെ ഡയറക്ടറാണ് ഈ ശ്രീറാം രാഘവൻ. അപ്പം അദ്ദേഹത്തിന്റെ സിനിമയാണ് മെറി ക്രിസ്മസ്. അപ്പൊ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പം പുള്ളി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടായിരുന്നു, അതായത് ഇതൊരു സ്ലോ പോയിസൺ ആണ്, സ്ലോ കില്ലർ ആയിട്ടുള്ള ഒരു സിനിമയാണ്, സ്ലോ ആയിട്ടുള്ള സിനിമയാണെന്ന് ഓൾറെഡി പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ത്രില്ലറാണ് ബേസിക്കലി. പക്ഷെ നമുക്ക് ഇതിങ്ങനെ കണ്ട് 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 ഇനി എന്തുണ്ടാവാൻ പോണേന്നുള്ള ഒരു തോട്ട് ഓവറായി ബോറടിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇതിന്റെ കഥ പോണേ. ആക്ടിങ് വൈസ് നോക്കുമ്പോൾ കത്രീന കൈഫും വിജയ് സേതുപതിയും ഭയങ്കര രസമായിട്ടാണ് ആക്ട് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. പിന്നെ എക്സ്ട്രാ ഒരു 2-3 പേരേ ഉള്ളൂ. പിന്നെ രാധിക ആപ്തയുണ്ട്, പിന്നെ മറ്റേ രാധികയുണ്ട്, ഇട്ടിമാണിയിലൊക്കെയുള്ള മോഹൻലാലിന്റെ വൈഫായിട്ടുള്ള രാധിക, അവരുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ഒരു മിസ്റ്ററി ഇങ്ങനെ അന്വേഷിച്ചു പോവാണ് സിനിമയില്. മാത്രല്ല വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഈ ക്യാരക്ടർ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ആ മെയിൻ സ്റ്റോറിയിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് വർത്താനം പറഞ്ഞ് ഫിലോസഫി പറഞ്ഞ് ആ കുറെ ആകുമ്പോൾ നമുക്ക് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കൊരു ബോറടിക്കൂല. അതായത് ഇപ്പോൾ സൂപ്പർ ഡിലക്സ് പോലെയുള്ള സിനിമകൾ ഉണ്ടല്ലോ, ഈ സൂപ്പർ ഡിലക്സ് പോലെയുള്ള സിനിമകളിലൊക്കെ ഫിലോസഫി ഉണ്ടെങ്കിൽ കൂടി നമുക്കത് കാണുമ്പോൾ ബോറടിക്കില്ല, നമ്മളത് കണ്ടോണ്ടിരിക്കും. പക്ഷെ കാരണം അത് നൈസായിട്ടാണ് സിനിമ പോണത്. പക്ഷെ ഇതില് ഒറ്റയ്ക്കും തലയ്ക്കൊക്കെ കുറെ ഫിലോസഫീസ് വരും. അതിൻ്റെ ഇടയ്ക്ക് കുറെ എനിക്ക് അനാവശ്യമായി തോന്നിയ കുറച്ച് ഡയലോഗ്സ് വരും. അങ്ങനെ ഇതിങ്ങനെ സ്റ്റോറിയിലേക്ക് എത്താൻ നല്ല ടൈം എടുക്കുവാണ്. ഇങ്ങനെ സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് കുറെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ രണ്ടാൾക്കാരും മീറ്റ് ചെയ്യുമ്പോൾ, അതായത് ആൽബർട്ടും മരിയയാണ്, ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം, ഒരാൾക്ക് വേണ്ടി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി സെൽഫ്ലെസ് ആയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണേ, എങ്ങനെയാണ് അങ്ങനത്തെ ഒരു പ്ലോട്ടിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്ത് അത് എങ്ങനെ എൻഡ് ചെയ്യണേ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു എന്ന് പറയുന്നു മെറി ക്രിസ്മസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യ്, എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യ്. ഞാൻ ഒട്ടും തീരെ മോശമായിട്ടുള്ള ഒരു സിനിമയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ആയിരുന്നു. 1 ടൈം വാച്ച്, അതും സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റുന്ന 1 ടൈം വാച്ച്, അത്രയാണ് എനിക്ക് തോന്നിയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേ. അതുപോലെ ഈ സിനിമ സെറ്റ് ചെയ്തേക്കുന്ന 80s-ലൊക്കെയാണ്, അതായത് ബോംബെ ആയിട്ടുള്ള സമയത്താണ് സിനിമയുടെ കാര്യങ്ങളൊക്കെ നടക്കണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമ സൂപ്പർ ഡിലക്സ് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയാം, കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു, കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ സൂപ്പർ ഡിലക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ അതിൽ വിജയ് സേതുപതി വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനുമായിട്ട് അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർട്ട് വർക്കാണ് ബേസിക്കലി മെറി ക്രിസ്മസിന് അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. പക്ഷെ രണ്ട് സിനിമയും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ അതിൻ്റെ ഒരു സിമിലാരിറ്റി പറഞ്ഞാണ്. പക്ഷെ രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. പക്ഷെ ഇത്രയും സ്ലോ പോയിസൺ എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലോ പോയിസണും ഓക്കെയാണ്. പക്ഷെ ഇതിൻ്റെ എക്സിക്യൂഷൻ അത്രയും കുറച്ച് ലാഗ് പോലെ വന്നു, ഓവർ ലാഗ് ആയില്ലെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.